എപ്പോഴും വീടുകളെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ മലയാളികളുടെ എന്നല്ല മനുഷ്യരായിട്ട് ജനിച്ചവരുടെ എല്ലാവരുടെയും ഒരു വലിയ വികാരമാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ആൾക്കാർ ഉണ്ടാക്കുന്ന വീടുകൾക്ക് പല വിമർശനങ്ങൾ നേരിടാറുണ്ട്. വിമർശനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പല രീതിയിലാണ്. അതിലിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സമകാലികമായിട്ടുള്ള വീടുകൾ. അതിന് കോണ്ടംപററി ഡിസൈൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും കോണ്ടംപററി ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവാനായിട്ടുള്ള വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അങ്ങനെയുള്ള വീടുകൾ ചെയ്യുന്നവർ എക്സ്ട്രാ ബ്രില്യൻ്റ് ആണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മലപ്പുറത്തുള്ള ഹക്കീമിക്കയുടെ വീട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും. വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽ. എപ്പോഴും നമ്മൾ ആരംഭിക്കുന്നത് മതിലിൽ നിന്നാണ്. മതിൽ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് വോൾ തൊട്ട് പറയേണ്ടി വരും. ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ പൂർണ്ണമായിട്ടും ചേരിക്കുന്നത്. മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ സുലഭമായിട്ട് കിട്ടുന്ന ചെങ്കൽ ഉപയോഗിച്ച് ഇരിക്കുന്ന കോമ്പൗണ്ട് വാളാണ്. അത് ജിഐയുടെ എലമെൻറ്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ആ ജിഐയുടെ എലമെൻറ്റ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ഗേറ്റ് കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. ജിഐ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇവിടെ എക്സ്റ്റീരിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് കൊണ്ടുള്ള ക്ലാഡിങ്ങുകൾ, അതായത് എക്സ്റ്റീരിയർ വരുമ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല, മഴയോ വെയിലോ ഒന്നും അതിനെ ബാധിക്കത്തില്ല. അങ്ങനെയൊരു ബോർഡാണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും CNC കട്ടിങ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരാം. പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോണാണ്. അത് 2x2 സൈസിലുള്ള ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തിരിക്കുന്നു. അതിൻ്റെ നടുക്കൂടെ വെച്ചിരിക്കുന്ന ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഗ്രാസുകൾ ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസുകളാണ്. കാര്യം ഇവരിവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയും കാണാൻ സാധിക്കും. നമ്മുടെ നാച്ചുറലായിട്ട് ഗ്രാസ് ചെയ്തിരിക്കുന്നു. മരങ്ങളുണ്ട്. ആ മരങ്ങളൊക്കെ ഒഴിവാക്കാതെ അതിനെ ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. മൊത്തം 16 സെൻറ്റാണ്. ഈ വീട് വന്നിരിക്കുന്നത് 2800 സ്ക്വയർ ഫീറ്റാണ്. ഒരു വീടിൻ്റെ ഒരു സിമെട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോണ്ടംപററി ഡിസൈനാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ആ കോണ്ടംപററി ഡിസൈനിനെ അതുപോലെ കളർ സിമെട്രി ചെയ്തിരിക്കുന്നു. ഓപ്പൺ സിറ്റൗട്ടിലേക്ക് വരാം. ഓപ്പൺ സിറ്റൗട്ടാണ്. സിറ്റൗട്ടുകൾ റിസസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ സിറ്റൗട്ടുകൾ എങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടം തൊട്ട് സിറ്റൗട്ട് ആരംഭിക്കുമെന്ന് തോന്നും. ശരിക്കും ഇത് സ്റ്റെപ്പാണ്. പൂർണ്ണമായിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു. പെബിൾസ് ചെയ്ത് അവിടെ ഒരു ചെടി ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും വലിയ സൈസിലുള്ള, അതായത് 6x4 സൈസിലായിട്ടുള്ള മാറ്റ് ഫിനിഷ് ടൈലുകൾ, ഗ്രേ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ജനാലകൾ കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് വുഡിൽ തന്നെയാണ്. അത് പോളിഷ് ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും വരുമ്പോഴത്തേക്കും വുഡിൻ്റെ ചെയേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്, അതായത് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന വുഡ് ഗാലറി മഞ്ചേരിയാണ്. അവരുടെ തന്നെ മദർ കമ്പനിയായ പ്രകാശ് അസോസിയേഷൻ ആർക്കിടെക്ട്സിൻ്റെയാണ് പ്രൊജക്റ്റ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്ന പ്രൊജക്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു ഇവിടെ വരുമ്പോഴത്തേക്കും സീലിങ്ങുകൾ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. സീലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും സാധാ നമ്മുടെ COB ലൈറ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കൂടാതെ ഇത് ശരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർ പോർച്ചല്ല. ഇത്ര എലവേഷൻ ഉണ്ടായിരുന്നു കാണാൻ സാധിക്കും. അതിൻ്റെ അങ്ങോട്ട് നമ്മൾ ബാക്കി എടുത്തിരിക്കുന്നതാണ്. ജിയുടെ സ്ട്രക്ചർ ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു എലവേഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് നേരെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോഴത്തേക്കും നോർമലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. വുഡിൻ്റെ കൊണ്ട് തന്നെയുള്ള ഒരു ഡോറ് ചെയ്തിരിക്കുന്നു. അത് 2 പാളികളായിട്ട്. സാധാരണ നമ്മൾ 50-50 എന്നുള്ള രീതിയിൽ ഡോറ് കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു 3/4 കാലം എന്നുള്ള രീതിയിൽ ഡോറ് കൊടുത്തിരിക്കുന്നു. ടീക്കിൻ്റെ വുഡ് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇത് 100 സെൻറ്റിമീറ്ററുള്ള വിട്ടിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വളയും എന്നതുകൊണ്ടാണ് അത് 100 സെൻറ്റിമീറ്ററിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത്. 1.2 ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, 120 ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ലോങ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഹൈറ്റ് വളരെ പ്രസക്തമാണ്. 240 എന്നുള്ള രീതിയിലാണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. ഇവിടെയും ജനാല കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതി, ഒരു പാഷ്യോ എന്നോ അല്ലെങ്കിൽ ഇതിനെ പാഷ്യോ എന്ന് വിളിക്കാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. നാച്ചുറലായിട്ട് തന്നെ ഇവിടെ നമുക്ക് ടാൻഡൂർ സ്റ്റോൺ പോയിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ ഓപ്പൺ ഏരിയ അങ്ങനെ അടച്ചെടുത്തിരിക്കുന്നു. സെറാമിക് ക്ലാഡിംഗ് ആണ്. മുകളിലായിട്ട് നമ്മുടെ ജാളി വർക്ക് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഈ അകത്തോട് വരുമ്പോഴത്തേക്കും മുകളിലോട്ട് വരുമ്പോഴത്തേക്കും തറയോട് ഭാഗിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ഡബിൾ ഹൈറ്റ്, വളരെ ഹൈറ്റ് കൂടിയൊരു ഏരിയ ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ നാച്ചുറൽ പ്ലാന്റ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ പറയുക, ആ ഒരു നാച്ചുറൽ ഭംഗി അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ നിന്ന് നേരെ വരുന്നതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും ഹൈറ്റ് പ്രധാനമാണ്. ഡബിൾ ഹൈറ്റിൽ തന്നെ പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ലൈറ്റുകൾ അവിടെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ സിമെട്രിയോട് അതിനോട് ചേരത്തക്ക രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കോർണർ സോഫ, അതായത് 3 സീറ്റർ എന്നല്ല 2 സീറ്റർ എന്ന് വേണം പറയാനായിട്ട്, പക്ഷേ 3 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു കോർണർ സോഫ പോലെ ചെയ്തിരിക്കുന്നു. അതിൻ്റെയും ഈ കളർ സിമെട്രി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇതിൻ്റെ ഒരു കളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ എന്നുള്ള രീതിയിലുള്ള കളറാണ് പോയിരിക്കുന്നത്. ഒരു ആഷ് കളർ. അതിനോട് ചേർന്നിട്ടുള്ള കളറ് താഴെ ടൈലിലും വന്നിരിക്കുന്നു. ടൈല് വന്നിരിക്കുന്നത് ബട്ടർ ഫിനിഷാണ്. ഇവിടെയും കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ തന്നെയുള്ള നമ്മുടെ കോഫി ടേബിൾ പോയിരിക്കുന്നു. ഇനി പ്രധാനമായിട്ടുള്ള സംഗതി ഇതാണ് TV യൂണിറ്റ്.
TV യൂണിറ്റിലോട്ട് വരുമ്പം ഈ TV യൂണിറ്റ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന മൾട്ടിവുഡിലാണ്. നമ്മുടെ തോംസൻ്റെ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നു. അതിന് മുകളിലോട്ട് വിനീർ ഒട്ടിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ വുഡ് ഗാലറി മഞ്ചേരി അവരുടെ വർക്കാണ്. ഇൻറ്റീരിയർ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. താഴെയും സ്റ്റോറേജ് യൂണിറ്റ് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് വുഡ് പാനൽ ചെയ്തിരിക്കുന്നതാണ്. സാധാരണ നമ്മളിത് പ്ലൈവുഡിൽ ചെയ്യാം, മൾട്ടിവുഡിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് വുഡ് പാനൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ആർക്കി ഡ്രൈവ് ഇവിടെയും വരുന്നുണ്ട്. ഇനി ഇവിടെയും നമുക്ക് ജാളി വർക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഹൈറ്റിനനുസരിച്ച് മുകളിൽ തന്നെ ജാളി വർക്കും നമുക്ക് കാണാൻ സാധിക്കും. ഈ ലൈറ്റ് അടിപൊളിയാണ് കേട്ടോ. അത്രയും താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്ക് പോകേണ്ടത് ഇതിന് ഇടയിൽ തന്നെ ഈ ഒരു ഏരിയയുടെ ഒക്കെ ഒരു സീലിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ചൊരു ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്ന വർക്ക് മൾട്ടിവുഡിൻ്റെ തന്നെയാണ്. അതിൻ്റെ ഫോൾ സീലിംഗ് ആണ് ഈ പോയിരിക്കുന്നത്. അത് ആ ഒരു സീലിങ്ങിൽ തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളൂ. ലൈറ്റുകളെല്ലാം തന്നെ COB ലൈറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഇതൊരു ഏരിയ, ഈ ഒരു ഏരിയ ചെയ്യുന്നത് ഒരു സ്റ്റഡി യൂണിറ്റ് പ്ലസ് അവരുടെ ഇൻവെർട്ടറൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഈ ഏരിയ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണെന്ന് വേണേൽ പറയാം. ഇവിടെയൊക്കെ ആ ഒരു പാർട്ടീഷൻ ഇതും പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ മൾട്ടിവുഡിലാണ് കേട്ടോ. അങ്ങനെ മൾട്ടിവുഡ് ഏരിയ നമുക്ക് ഈ ഒരു വീട്ടിൽ മൾട്ടിവുഡിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. കിച്ചണിലോട്ട് പോയിട്ടാണ് ശരിക്കും ഡൈനിങ്ങിലേക്ക് വരേണ്ടത്. പക്ഷേ ഈ കണ്ട ലിവിങ്ങിൽ നിന്ന് തൊട്ട് ചേർന്ന് ഇതൊരു പാർട്ടീഷനാണ്. ഇത് നിങ്ങൾ കണ്ട ലിവിങ് ആണ്, ഇത് അതിൻ്റെ പാർട്ടീഷനാണ്. അതിലോട്ട് തന്നെ നമ്മുടെ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ഡെക്കറിങ് വർക്ക് വന്നിരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോക്കറി യൂണിറ്റ് കൊടുക്കാം. പക്ഷേ അങ്ങനെയല്ല, ക്രോക്കറി യൂണിറ്റ് കൊടുക്കാതെ ആ ഒരു ഫിനിഷിങ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ അപ്പുറേ കണ്ട ആ ഒരു വുഡിൻ്റെ ഫിനിഷിങ് തന്നെ ബാക്കിയെല്ലാം മൾട്ടിവുഡാണ്. ഇത് വന്നിരിക്കുന്നത് PVC ലാമിനേറ്റാണ്. അതായത് നമ്മുടെ PVCയുടെ സാധാരണ മൈക്കയല്ല നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക പോലെയല്ല, ഇത് PVC മൈക്കയാണ് വന്നിരിക്കുന്നത്. PVC ലാമിനേറ്റ് മൈക്ക യൂസ് ചെയ്തിരിക്കുന്നു. നേരെ ഇങ്ങോട്ട് വരാം. ഡൈനിങ് ടേബിൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഡൈനിങ് ടേബിൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നൊരു ഏരിയ. ഒരു 6 സീറ്ററായിട്ട് കൊടുത്തിരിക്കുന്നു. മുകളിൽ ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ വുഡിൻ്റെ ലെഗ് വന്നിരിക്കുന്നു. ബാക്കി ചെയേഴ്സ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 6 സീറ്ററായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കളർ സിമിട്രി മറക്കരുത്. ഇതിനെ കൃത്യമായിട്ട് ആ കളർ പാലറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള മെറ്റലിൻ്റെ ഒരു ക്ലോക്കും വർക്കും ചെയ്ത് മുകളിൽ സീലിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഹാങ്ങിങ് ലൈറ്റ് പ്രത്യേകിച്ച് വലിയൊരു എന്നാ പറയുന്നത് കാണുമ്പോഴത്തേക്കും കൺജസ്റ്റഡ് ഒന്നും ആകാതെ വളരെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് ജിപ്സത്തിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നു. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്ര നേരം കണ്ട ആ ഒരു ടൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്ലാങ്ക് ടൈൽസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഏരിയയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് നേരെ കഴിഞ്ഞ് ഡൈനിങ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയേണ്ടത് വാഷിംഗ് ഏരിയയിലേക്കാണ്. വാഷിംഗ് ക്യൂബിക്കിൾസ് അതും സെപ്പറേറ്റ് ചെയ്ത് ആൾക്കാർക്ക് കാണത്തില്ലാത്ത പാകത്തിൽ തന്നെ പ്രൈവറ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. എപ്പോഴും വെറ്റ് ഏരിയാസ് വരുമ്പോൾ മൾട്ടിവുഡ് വളരെ പ്രധാനമാണ്. മൾട്ടിവുഡിൽ PVC ലാമിനേറ്റ് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ PVC ലാമിനേറ്റിൻ്റെ പ്രത്യേകം പറഞ്ഞുതരാം. ഈ ഗ്രൂയിങ് നമുക്ക് ആ ലാമിനേറ്റിൽ തന്നെ ഡയമണ്ട് കട്ടർ ഉപയോഗിച്ച് ചെറുതായിട്ട് ഗ്രൂ ഇട്ട് കഴിഞ്ഞാൽ ബെൻഡ് ചെയ്ത് ഒട്ടിക്കും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോർമലി ഉള്ള ക്ലോസ് ആണ് കേട്ടോ, സോഫ്റ്റ് ക്ലോസ് ഒന്നുമല്ല. ഇവിടെയും പോയിരിക്കുന്നത് PVCയുടെ ലാമിനേറ്റ് തന്നെയാണ്. വലിയൊരു ഏരിയ ആയതുകൊണ്ട് ഒരു വലിയ മിറർ തന്നെ കൊടുത്തിരിക്കുന്നു. ടോപ്പായിട്ട് കൗണ്ടർ ടോപ്പായിട്ടാണ് നാനോ വൈറ്റ് കൗണ്ടർ വന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു ഫാമിലി ലിവിങ് ആണ്. ഫാമിലി ലിവിങ്ങും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ചെയ്തിരിക്കുന്നത് PVC ലാമിനേറ്റാണ്. ഇവിടെ ഓപ്പൺ ലെഡ്ജസ് കൊടുത്തിരിക്കുന്നു. താഴെയും സ്റ്റോറേജസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ടും നമ്മൾ കുറച്ച് മുന്നേ കണ്ടതുപോലെ ലിവിങ്ങിൽ കണ്ടതുപോലുള്ള കോട്ടൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളറ് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കളറ് ഈ ഒരു ഏരിയയിൽ കോർണർ സോഫായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത്ര നേരം കണ്ട കളറിനെയൊക്കെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു യെല്ലോയിഷ് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരു കോഫി ടേബിൾ, അതായത് മാർബിൾ ടോപ്പിൻ്റെ ഒരു കോഫി ടേബിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നമുക്ക് സീലിംഗ് ഒന്നും പ്രത്യേകം കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക പെയിൻറ്റിങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു പാർട്ടീഷനെ ഒന്ന് ഇത് പാർട്ടി ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ആർക്കി ഡ്രൈവ് ഇവിടെയും പോയിട്ടുണ്ട്. നേരെ വരുന്നത് നമുക്ക് നേരെ ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ കാണുന്നതാണ് ശരിക്കും ബെഡ്റൂം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ വരുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. കിച്ചൺ സൈസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വലിയ സൈസ് കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. 16-12 സൈസിലുള്ള വലിയ കിച്ചൺ കൊടുത്തിരിക്കുന്നു. കിച്ചണിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 സീറ്ററായിട്ടുള്ള ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ ഇത്രയും നേരം നമ്മൾ കണ്ടതൊരു എന്താ പറയുന്നത് ഒരു ബ്ലാക്കിഷ് കളറുള്ള അല്ലെങ്കിൽ ഗ്രേയുടെ ഒരു എലമെൻറ്റ് കൂടിയ ബ്രൗൺ കളറുള്ള ഇതായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഗ്രേ ടൈപ്പ് ടൈല് വിത്ത് എപ്പോക്സി ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും.
ഈ ടൈലിനെ അതുപോലെ സിമിലർ ആയിട്ടുള്ള എന്ത് കൊടുത്തിരിക്കുന്നു, കളറ് നമ്മുടെ എല്ലാ ഏരിയയിലും കൊടുത്തിരിക്കുന്നു. കിച്ചൺ കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നമ്മുടെ വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നു. ഫോസറ്റും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് എന്ന് പറയുമ്പം ഒന്നാമത്തെ കാര്യം, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തുകൊണ്ട് ഇത്രയും ഒരു ഏരിയ നമ്മൾ ക്ലിയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇത്ര ഏരിയ അതിനുള്ള ആ ഒരു എയർ സോഴ്സ് കൊടുക്കാനായിട്ട് ഇത്ര ഏരിയ ഇട്ട് ചെയ്യണം എന്നാണ് കമ്പനി പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് രണ്ട് ഡബിൾ ഡോറായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ടോൾ യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ടോൾ യൂണിറ്റ് പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും വെച്ചിട്ടില്ല, അതേസമയം ആക്സസറീസ് വെക്കത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇവിടെയൊക്കെ നോക്കിയാൽ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് സഹിതം എല്ലാ വിധത്തിലുള്ള ആക്സസറീസും ഇട്ട്. ഈ ഒരു കളർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു എന്താ പറയുന്നത്, ഒരു ഗ്രീനിഷ് കളർ, ഒരു ബ്ലൂയിഷ് കളർ, ഗ്രീൻ എന്നല്ല ഒരു ബ്ലൂയിഷ് കളറാണ് പോയിരിക്കുന്നത്. ടോപ്പ് ലോഫ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡക്റ്റ് മറച്ചാണ് ഇത് വെളിയിലോട്ട് കൊണ്ടുപോയിരിക്കുന്ന, ഡക്റ്റ് മറച്ച് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പലപ്പോഴും കിച്ചണൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലരും ചോദിക്കാറുണ്ട് വിഷൻ കട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നുള്ളത്. അങ്ങനെ വിഷൻ കട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഈ വുഡൻ കളർ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും ചെയ്തിരിക്കുന്നത് തോംസൻ്റെ മൾട്ടിവുഡാണ്. മൾട്ടിവുഡിൻ്റെ മുകളിൽ നമ്മൾ വിനീർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം സാധാരണ വുഡ് തന്നെ ചെയ്തിരിക്കുന്നു. അതായത് നമ്മളൊരു കിച്ചണിൽ വേണ്ട ആക്സസറി എന്തൊക്കെയാണോ ആക്സറീസൊക്കെ, ഇപ്പോൾ ടാൻഡം ബോക്സ് ഉണ്ട്, അതുപോലെ നമുക്ക് പ്ലേറ്റ് ട്രാക്കുകൾ വെച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള ആക്സറീസും സഹിതം വെച്ചിരിക്കുന്ന ഒരു കിച്ചണാണ് വന്നിരിക്കുന്നത്. കിച്ചണിൻ്റെ സൈസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിങ്ങിൽ പ്രത്യേകിച്ച് ഫോൾ സീലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിനായിട്ട് കൊടുത്തിരിക്കുന്നു. ആ കാണുന്ന ഏരിയ ഗ്ലാസ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അതായത് കുറേ കൂടെ ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് ഉള്ളിലോട്ട് സോഴ്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഏരിയ വെച്ച്. പിന്നെ 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. അങ്ങനെ വളരെ വിശാലമായിട്ടൊരു കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡോറുകൾ എല്ലായിടത്തും പറഞ്ഞതുപോലെ 240 ആണ് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ക്ലോക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ മിക്ക വീഡിയോസിലും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനലൊരു പുതിയ ചാനലാണ്, ഡോക്ടർ ഇൻറ്റീരിയർ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവർ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ഇടാൻ മറക്കരുത്. മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫ്ലോറിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ പ്ലാങ്ക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഡിസൈനിൽ കളറിൽ ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ട് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നു. ഒരു കിങ് സൈസ് കോട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ തോമസൻ്റെ മൾട്ടിവുഡ് വെച്ചിട്ടുള്ള വിനീർ പ്ലസ് വന്നിരിക്കുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു ഗ്രേ കളർ അങ്ങനെ പാലറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പെയിൻ്റാണ്, മെറ്റൽ ആർട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെയും മൾട്ടിവുഡ് വെച്ചിട്ടുള്ള വർക്കാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ റീസൺ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 400-360 ആ സൈസിലുള്ള റൂമാണ്. വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൺജസ്റ്റഡ് ഫീൽ ചെയ്യും. അങ്ങനെ വരുന്ന ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. തുറന്ന് കാണിക്കാൻ പറ്റാത്തത് ഇപ്പോൾ താമസം ഉള്ളത് കൊണ്ടാണ്. ഇത് PVCയുടെ മൈക്കയാണ്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ മൈക്ക, PVC മൈക്ക ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്നേ കണ്ട കർട്ടൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള ഏരിയ കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഇതിനോട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കിരുന്ന് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലാപ്ടോപ്പ് ടേബിൾ പോലെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ഇനി പ്രധാനമായിട്ടുള്ളത് ബാത്റൂമാണ്. ബാത്റൂം ഡോറും കുറച്ച് മുന്നേ പറഞ്ഞ പോലെ സൈസാണ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കളർ പാലറ്റിങ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട പോലെ ആ ഗ്രേയിഷ് എലമെൻറ്റ് കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഷവർ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതുപോലെ ഫുൾ ഹൈറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കൊമോഡ്സ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് കൺസീൽഡ് ആയിട്ടുള്ള കൊമോഡ് ചെയ്തിരിക്കുന്നു. ഇനി വരുന്നത് വാഷ് ബേസിനാണ്. വാഷ് ബേസിനും അവിടെ നമുക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് നമുക്ക് എത്രമാത്രം സൈസാണോ ഒരു ബാത്റൂമിന് വേണ്ടത്, ആ ബാത്റൂമിന് വേണ്ട സൈസ് വെച്ചിട്ട് ഒരു മാസ്റ്റർ ബെഡ്റൂമിനോട് ഏത് രീതിയിൽ അനുയോജ്യമായിട്ട് വേണോ അതുപോലൊരു ബാത്റൂം ചെയ്യിക്കാൻ കാണാൻ സാധിക്കും. ഇവിടെ പറയാതെ പോയത് സീലിംഗ് ആണ്. സീലിങ്ങിൽ ഇത്ര നേരം നമ്മൾ തോമസിൻ്റെ മൾട്ടിവുഡാണ് പറഞ്ഞത്. ഈ സീലിംഗ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡാണ്. ആ പ്ലൈവുഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ ഒന്നാമത്തെ ബെഡ്റൂമാണ്. ടോട്ടൽ 3 ബെഡ്റൂമാണ്. ഞാൻ പറഞ്ഞു 2800 സ്ക്വയർ ഫീറ്റാണ്, 3 ബെഡ്റൂമാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റെയർ കേസിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ സ്റ്റെയർ കേസ് കാണുന്നുണ്ടാവും. ഇതൊരു കിഡ്സ് റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയാൻ സാധിക്കും. അപ്പോഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസാണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കിങ് സൈസ് ബെഡ്, 2 സൈഡിലും സൈഡ് ടേബിൾ, കളർ നമ്മൾ അതിനോട് സമാനമായിട്ടുള്ള കളറ്. ഇവിടെ വരുമ്പോഴത്തേക്കും കളറ് ഇതിനോട് സമാനമായിട്ടുള്ള കളർ റോമൻ ബ്ലൈൻസ് ആണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും കുട്ടികളുടെ ഇവിടുത്തെ മൂത്ത പയ്യേണ്ടതാണ്, അതുകൊണ്ട് തന്നെ അവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓപ്പൺ ലെഡ്ജ് വിത്ത് ക്യൂരിയോസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെയും ഫുള്ളായിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ജനാലകളെല്ലാം തന്നെ വുഡാണ് കേട്ടോ, പ്രത്യേകം എടുത്ത് പറയാത്തതാണ്. ജനാലകൾ ഫുൾ വുഡാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വുഡിൻ്റെ പാനലിങ്ങും വന്നിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്ന വാർഡ്രോബ് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ മൾട്ടിവുഡിലാണ് വിത്ത് PVC ലാമിനേറ്റ് കൊണ്ടുവന്നിരിക്കുന്നു.
ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബാത്റൂം നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച പോലെ തന്നെ അതിനോട് സമാനമായിട്ടുള്ള ബാത്റൂം കളറിലും ടൈലിൻ്റെ കളറിലും ഡിസൈനിലും മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി അടുത്തത് ഇവരുടെ ഒരു പ്രയർ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള പ്രയറിന് കയറാനും ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ഏരിയ പ്രയർ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയും സഹിതം ചെയ്തിരിക്കുന്നു. ഇനി സ്റ്റെയർ കേസാണ്. പലപ്പോഴും ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകളിലൊന്നാണ് സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസിലോട്ട് വരുമ്പോഴത്തേക്കും കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വുഡ് പൊതിഞ്ഞിരിക്കുന്നതാണ്. ഹാൻഡിൽസ് ഉൾപ്പെടെ വുഡൻ ഹാൻഡിൽസാണ് പോയിരിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ ടഫൻ ഗ്ലാസ് ചെയ്തിരിക്കാൻ സാധിക്കും. കയറി വരുന്നത് ഇവരുടെ അപ്പർ ലിവിങ്ങിലേക്കാണ്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഓപ്പൺ ടെറസാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ അപ്പർ ലിവിങ്ങിൽ ഒരു എന്താ പറയുന്നത് എമറാൾഡ് ഗ്രീൻ എന്നോ എമറാൾഡ് ഗ്രീൻ അല്ല അതിനോട് സമാനമായിട്ടുള്ള കളറിലുള്ള ഒരു കോർണർ സോഫ പോലെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ കോഫി ടേബിൾ വന്നിട്ടുണ്ട്. ഈ കളറിനോട് സമാനമായിട്ട് അല്ലെങ്കിൽ ഇതിനോട് പാലറ്റ് ചെയ്തതായിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള ടൈല് വിത്ത് എപ്പോക്സി ചെയ്തിരിക്കുന്ന കാണാം. ഇതൊരു വിശാലമായിട്ടുള്ള ഏരിയ ആണ്. ഇനി ഇവിടുത്തെ അടുത്ത ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ മൂന്നാമത്തെ ബെഡ്റൂം. സൈസ് എല്ലാം തമ്മിൽ ആദ്യം പറഞ്ഞ സൈസിനോട് സമാനമാണ്. താഴത്തെ ബെഡ്റൂം കണ്ടില്ലേ, സെയിം ആസ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നു. അതിൻ്റെ തന്നെ പ്രത്യേകം എടുത്ത് പറയത്തക്ക രീതിയിലൊന്നും തന്നെ ഇല്ല. നമ്മൾ താഴെ പറഞ്ഞ അതേ ഡിറ്റോ ഇവിടെ ചെയ്തിരിക്കുന്നു. കിങ് സൈസ് കോട്ട്. ഈ ജനാല നോക്കിക്കഴിഞ്ഞാൽ ബ്ലൈൻസ്, ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ഓപ്പൺ പഠിക്കാനായിട്ടൊരു ക്യൂരിയോസ് ലഡ്ജസ് പോലെ കൊടുത്തിരുന്നു, അതില്ല. ഇവിടെ ഒരു യൂണിറ്റ് പോയിരിക്കുന്നു. കളറിൽ വ്യത്യാസം വന്നു. ഈ ഒരു ബ്ലൈൻഡ്സിൻ്റെ കളർ എന്തോ ആ കളർ ഇവിടെ പാലിട്ടിരിക്കുന്നു. PVC മൈക്ക തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവർക്ക് ഇതുവഴി വെളിയിലോട്ട് ഇറങ്ങി നിൽക്കാൻ പാകത്തിനുള്ള ഒരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റുകളൊന്നും തന്നെ പ്രത്യേകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങുകൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ജിപ്സം തന്നെ ചെയ്തിരിക്കുന്നു. ഒരു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കട്ടിങ് പോലെ ചെയ്തിരിക്കുന്നത് കാണാം. ബാത്റൂമുകൾ കുറച്ച് മുന്നേ പറഞ്ഞ അതേ ബാത്റൂമുകൾ, കളറിലോ ഡിസൈനിലോ മാത്രമേ മാറ്റമുള്ളൂ. ബാക്കി എല്ലാ രീതിയിലും ഒരേപോലെ ചെയ്തിരിക്കുന്ന ബാത്റൂമുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടെറസാണ്, നമ്മൾ തുറന്ന് കാണിക്കുന്നില്ല. വെളിയിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ടെറസാണ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, നമുക്കതിലോട്ട് കാണാം. ആ ബാൽക്കണിയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ വഴി എപ്പോഴും നമ്മളൊരു വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ചില എലമെൻറ്റ്സുകൾ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇതൊരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കണ്ട ആ ഒരു പാഷിയോ ഉണ്ടല്ലോ, ആ പാഷിയോ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാം. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്, ആ ഡബിൾ ഹൈറ്റ് നമ്മൾ കാണിച്ചത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ കണ്ട ആ ലിവിങ് ഇവിടെ കാണാൻ സാധിക്കും. ആ ലൈറ്റാണ് ഈ പോകുന്നത് കേട്ടോ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഏരിയ ഉള്ളൊരു സ്ഥലം വിത്ത് എന്താ പറയുക ഒരു ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം തന്നെ വുഡൻ ഹാൻഡ് റെയിൽസാണ്. ഇനി നമുക്കിതിൻ്റെ വെളിയിലത്തെ ഒരു ഭാഗമുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി. ഇവിടെ നമുക്ക് ഹാൻഡ് റെയിൽ ചെയ്യാനുണ്ട്, അതിപ്പോൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും വിശാലമായിട്ടുള്ള ഏരിയ നമ്മൾ ബാൽക്കണി പോലെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് ഹാൻഡ് റെയിൽ വരുമ്പോഴത്തേക്കും കുറേ കൂടെ ഭംഗിയായിട്ട് ഇത് വരും. അതിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായതുകൊണ്ട് ഹാൻഡ് റെയിൽ വരാനായിട്ടുണ്ട്. അതാണ് ഈ വീടിൻ്റെ ആകെ മൊത്തം ടോട്ടലായിട്ടുള്ള തുക. എപ്പോഴും നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു സിമെട്രി നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകൾ ഏരിയയിൽ കുറച്ച് ഏരിയയിൽ ഓട് അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻ്റായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ആ ഡിസൈൻ എലമെൻറ്റ് കട്ട് ചെയ്യാതെ വളരെ ക്ലിയറായിട്ടും കൃത്യമായിട്ടും ഭംഗിയായിട്ടും ക്വാളിറ്റിയോടെയും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഫേമിന് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇതുപോലുള്ള വീടുകൾ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഗംഭീരമായിട്ടിരിക്കും എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ. എപ്പോഴും ഇതുപോലുള്ള കഥകളുണ്ടാവും. ആ കഥകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് കമൻറ്റുകൾ ഇടുക. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഹോം ഡീറ്റെയിൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.